കാത്തുകാത്തിരിക്കണ മുക്കുവന് മുത്തുകിട്ടും എന്ന പഴഞ്ചൊല്ലും തോറ്റിരിക്കണ മമിതയ്ക്ക് അവസാനം മുത്തുപോലത്തെ ഒരു വിജയവും അനിവാര്യമായതാണ് സംഭവിച്ചത്. തുടക്കകാലത്തെ എല്ലാ സിനിമകളും പരാജയം. പക്ഷേ ഇന്ന് മലയാള സിനിമയിലെ ട്രെൻഡിങ് നായിക സാക്ഷാൽ രാജമൗലി പോലും മമിതയുടെ സ്ക്രീൻ പ്രസൻസിനെയും അഭിനയത്തെയും വാഴ്ത്തി പറഞ്ഞു കഴിഞ്ഞു. പ്രേമലു എന്ന ഒരൊറ്റ സിനിമ കൊണ്ട് ദക്ഷിണേന്ത്യയാകെ മമിത അറിയപ്പെട്ടു കഴിഞ്ഞു. വേണുഗോപൻ്റെ സംവിധാനത്തിൽ പാലക്കാര എന്ന ചിത്രത്തിലൂടെയാണ് മമിത മലയാള സിനിമയിൽ എത്തുന്നത്. അനൂപ് മേനോൻ, അപർണ ബാലമുരളി, അനു സിത്താര തുടങ്ങിയവരാണ് അതിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ബോക്സ് ഓഫീസിൽ മോശം അഭിപ്രായമാണ് ഈ ചിത്രത്തിന് ലഭിച്ചത്. അങ്ങനെ മമിത അഭിനയിച്ച ആദ്യ ചിത്രം തന്നെ പരാജയം. പിന്നീട് വന്ന ലാൽ ജോസ് ജൂനിയറിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഹണി ബി ടു സെലിബ്രേഷൻസ് എന്ന ചിത്രമായിരുന്നു. ആസിഫ് അലി, ഭാവന തുടങ്ങിയവരായിരുന്നു അതിൽ പ്രധാന അഭിനേതാക്കൾ. ഈ സിനിമയിൽ സിസിലി തമ്പി എന്ന കഥാപാത്രമായിട്ടാണ് മമിത ബൈജു അഭിനയിച്ചത്. എന്നാൽ ഈ ചിത്രവും വലിയ വിജയമായില്ല. ബോക്സ് ഓഫീസിൽ ഈ ചിത്രവും പരാജയപ്പെട്ടു. അടുത്തത് ഡാഗിനി എന്ന ചിത്രമായിരുന്നു, അതും പരാജയപ്പെട്ടു. വീണ്ടും മമിതയുടെ കൃഷ്ണം എന്ന സിനിമ പുറത്തിറങ്ങി, ഈ ചിത്രവും പരാജയപ്പെട്ടു. പിന്നീട് അമൽ നീരത്തിൻ്റെ സംവിധാനത്തിൽ ഫഹദ് ഫാസിൽ നായകനായ വരത്തൻ പുറത്തിറങ്ങി. ഇതൊരു ആക്ഷൻ ത്രില്ലർ പടമായിരുന്നു. സാന്ദ്ര എന്ന കഥാപാത്രമായാണ് മമിത ബൈജു ഈ ചിത്രത്തിൽ അഭിനയിച്ചത്. ബോക്സ് ഓഫീസിൽ 30 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ഈ സിനിമ വലിയ വിജയം നേടി. അങ്ങനെ മമിത ബൈജു അഭിനയിച്ച ആദ്യ ചിത്രം വിജയിച്ചു. പിന്നീട് ഇറങ്ങിയ സ്കൂൾ ഡയറി എന്ന സിനിമ വീണ്ടും ഒരു ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. അടുത്തത് ഹരിശ്രീ അശോകൻ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ ആൻ ഇൻ്റർനാഷണൽ ലോക്കൽ സ്റ്റോറി ഇറങ്ങി. ഒരുപാട് പ്രതീക്ഷയുള്ള പടമായിരുന്നുവെങ്കിലും അതും ബോക്സ് ഓഫീസിൽ വൻ പരാജയമായി മാറി. അതിനുശേഷം വികൃതി എന്ന സിനിമയിൽ സുഹ്ര എന്ന കഥാപാത്രവുമായി മമിത വന്നു. പ്രേക്ഷകരിൽ നിന്നും മോശമല്ലാത്ത ഒരഭിപ്രായം ഈ സിനിമയ്ക്ക് ലഭിച്ചു. ബോക്സ് ഓഫീസിൽ ആവറേജ് വിജയമായിരുന്നു ഈ സിനിമ നേടിയിരുന്നത്. അടുത്ത് ജിയ ബേബിയുടെ കിലോമീറ്റർ എന്ന സിനിമയാണ് പുറത്തിറങ്ങിയത്. ടൊവിനോ തോമസ് ആയിരുന്നു നായകൻ. കൊച്ചുമോൾ എന്ന കഥാപാത്രമായി മമിത അഭിനയിച്ചു. ഒരു ശരാശരി അഭിപ്രായമാണ് പ്രേക്ഷകരിൽ നിന്നും ഈ സിനിമയ്ക്ക് ലഭിച്ചത്. പിന്നീടാണ് തരുൺ മൂർത്തിയുടെ ക്രൈം ത്രില്ലർ പടമായ ഓപ്പറേഷൻ ജാവ പുറത്തിറങ്ങിയത്. അൽഫോൺസ എന്ന കഥാപാത്രമായാണ് മമിത അഭിനയിച്ചത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം വൻ വിജയം നേടി. പ്രേക്ഷകരിൽ നിന്നും സിനിമ നല്ല പ്രശംസയും നേടിക്കഴിഞ്ഞു. പിന്നീട് കോക്കോ എന്ന ചിത്രം ചെയ്തു. രജിഷ വിജയനും മമിതയുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങൾ. ഈ സിനിമയിൽ മമിതയുടെ അഭിനയത്തിന് മികച്ച സപ്പോർട്ടിംഗ് ആക്ട്രസിനുള്ള അവാർഡ് മമിതയ്ക്ക് ലഭിച്ചു. പിന്നീട് വന്ന 2 എന്ന സിനിമ പരാജയപ്പെട്ടു. പിന്നെയാണ് സൂപ്പർ ശരണ്യ എന്ന സിനിമ പുറത്തിറങ്ങിയത്. ഈ കോമഡി ഡ്രാമ സിനിമ പ്രേക്ഷകരിൽ നിന്നും മികച്ച പ്രതികരണം ലഭിച്ചു. വൻ കളക്ഷൻ നേടി ഈ സിനിമ. അതിനുശേഷം ഇറങ്ങിയ പ്രണയവിലാസം എന്ന സിനിമയിൽ ഗോപിക എന്ന കഥാപാത്രമായി മമിത മനോഹരമായി അഭിനയിച്ചു. ഒരു ആവറേജ് വിജയം നേടാൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞു. അടുത്ത് നിവിൻ പോളി നായകനായ രാമേന്ദ്ര ബോസ് ആൻഡ് കോ പുറത്തിറങ്ങി. പക്ഷേ നിർഭാഗ്യവശാൽ ഈ സിനിമ ബോക്സ് ഓഫീസിൽ വളരെ മോശം അഭിപ്രായമാണ് നേടിയത്. അവസാനം ആ വിജയ ചിത്രം എത്തി. പ്രേമലു. ഗിരീഷ് ഏടിയാണ് ഈ ചിത്രത്തിൻ്റെ സംവിധാനം. റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയുടെ നസ്ലിനും മമിതയുമാണ് നായകനും നായികയുമായി അഭിനയിച്ചത്. നസ്ലിൻ മമത കോംബോ പ്രേക്ഷകർ നല്ല രീതിയിൽ തന്നെ സ്വീകരിച്ചു. വമ്പൻ താരങ്ങളൊന്നുമില്ലാതെ വളരെ ചെറിയ മുതൽ മുടക്കി നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്ന് 100 കോടിയോളം നേടി. അങ്ങനെ ഏകദേശം 16ഓളം സിനിമകളിൽ അഭിനയിച്ച മമിതയുടെ പ്രേമലു വിജയിച്ചതോടുകൂടി മമിത മലയാളത്തിലെ ട്രെൻഡിങ് നായികയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു.